ഹായ്, ടീച്ചേഴ്സ് ഹെൽപ്പർ യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഹിരോഷിമ നാഗസാക്കി ദിനാചരണത്തോടനുബന്ധിച്ച് ക്വിസ് മത്സരത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ഹിരോഷിമയും നാഗസാക്കിയും ഏത് രാജ്യത്തിലെ നഗരങ്ങളാണ്? ഹിരോഷിമയും നാഗസാക്കിയും ഏത് രാജ്യത്തിലെ നഗരങ്ങളാണ്? ഉത്തരം ജപ്പാൻ. ജപ്പാനിലെ നഗരങ്ങളാണ് ഹിരോഷിമയും നാഗസാക്കിയും. അടുത്ത ചോദ്യം, നാഗസാക്കിയിൽ എന്നാണ് അണുബോംബ് വർഷിച്ചത്? നാഗസാക്കിയിൽ എന്നാണ് അമേരിക്ക അണുബോംബ് വർഷിച്ചത്? ഉത്തരം 1945 ഓഗസ്റ്റ് 9. 1945 ഓഗസ്റ്റ് 9 നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ചത്. എന്നാൽ ഹിരോഷിമയിൽ ആറ്റം ബോംബ് വർഷിച്ചത് എന്നാണ്? ഹിരോഷിമയിൽ ആറ്റം ബോംബ് വർഷിച്ച തീയതി എന്നാണ്? 1945 ഓഗസ്റ്റ് 6. 1945 ഓഗസ്റ്റ് 6 ഹിരോഷിമയിൽ ആറ്റം ബോംബ് വർഷിച്ചത്. ഓർത്തു വെക്കുക, 1945 ഓഗസ്റ്റ് 6 ഹിരോഷിമയിൽ ആറ്റം ബോംബ് വർഷിച്ചത്. നാഗസാക്കിയിൽ എപ്പോഴാണ് ആറ്റം ബോംബ് വർഷിച്ചത്? 1945 ഓഗസ്റ്റ് 9 നാഗസാക്കിയിൽ ആറ്റം ബോംബ് വർഷിച്ചത്. അമേരിക്കയായിരുന്നു ഈ രണ്ട് സംഭവങ്ങളിലും ആറ്റം ബോംബ് വർഷിച്ചത്. ഓക്കെ, അടുത്ത ചോദ്യം, ഹിരോഷിമയിൽ വർഷിച്ച ആറ്റം ബോംബിലെ മൂലകം ഏതാണ്? ഹിരോഷിമയിൽ വർഷിച്ച ആറ്റം ബോംബിലെ മൂലകം ഏതാണ്? ഉത്തരം യുറേനിയം 235. യുറേനിയം 235 ഹിരോഷിമയിൽ വർഷിച്ച ആറ്റം ബോംബിലെ മൂലകം. ഹിരോഷിമയിൽ വർഷിച്ച ആറ്റം ബോംബിലെ മൂലകം ഏതാണ്? യുറേനിയം 235. അടുത്ത ചോദ്യം, ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനം പറത്തിയ പൈലറ്റ് ആരാണ്? ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനം പറത്തിയ പൈലറ്റ് ആരാണ്? ഉത്തരം പോൾ ഡബ്ല്യു ടിബറ്റ്. പോൾ ഡബ്ല്യു ടിബറ്റ് ആണ് ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനം പറത്തിയ പൈലറ്റ്. ഓർത്തു വയ്ക്കുക, പോൾ ഡബ്ല്യു ടിബറ്റ്. പോൾ ഡബ്ല്യു ടിബറ്റ് ആണ് ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനം പറത്തിയ പൈലറ്റ്. എന്താണ് ഉത്തരം? പോൾ ഡബ്ല്യു ടിബറ്റ്. ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേരെന്താണെന്നറിയോ? എനോല. എനോല ഗേ. എനോല ഗേ ആണ് ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേര്. ഏതാണ് ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേര്? എനോല ഗേ ആണ് ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേര്. എന്താണത്? എനോല ഗേ. അടുത്ത ചോദ്യം, എനോല ഗേ യുദ്ധവിമാനത്തിലെ ക്യാപ്റ്റൻ ആരായിരുന്നു? എനോല ഗേ യുദ്ധവിമാനത്തിലെ ക്യാപ്റ്റൻ ആരായിരുന്നു? ഉത്തരം വില്യം എസ് പാർസൺ. വില്യം എസ് പാർസൺ ആണ് എനോല ഗേ യുദ്ധവിമാനത്തിലെ ക്യാപ്റ്റൻ. ആരാണ് എനോല ഗേ യുദ്ധവിമാനത്തിലെ ക്യാപ്റ്റൻ? വില്യം എസ് പാർസൺ. വില്യം എസ് പാർസൺ ആണ് ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച എനോല ഗേ യുദ്ധവിമാനത്തിലെ ക്യാപ്റ്റൻ. വില്യം എസ് പാർസൺ. അടുത്തത്, അമേരിക്ക അണുബോംബ് നിർമ്മാണത്തിന് ഇട്ടിരുന്ന രഹസ്യ പേരെന്താണ്? അമേരിക്ക അണുബോംബ് നിർമ്മാണത്തിനായിട്ട് ഇട്ടിരുന്ന രഹസ്യ പേര് എന്താണ്? ഉത്തരം മൻഹാട്ടൻ പദ്ധതി. മൻഹാട്ടൻ പദ്ധതിയാണ് അമേരിക്ക അണുബോംബ് നിർമ്മാണത്തിന് ഇട്ടിരുന്ന രഹസ്യ പേര്. എന്താണത്? മൻഹാട്ടൻ പദ്ധതി. മൻഹാട്ടൻ പദ്ധതിയാണ് അമേരിക്ക അണുബോംബ് നിർമ്മാണത്തിന് ഇട്ടിരുന്ന രഹസ്യ പേര്. എന്താണത്? മൻഹാട്ടൻ പദ്ധതി. അടുത്ത ചോദ്യം, മൻഹാട്ടൻ പദ്ധതിയുടെ തലവൻ ആരാണ്? മൻഹാട്ടൻ പദ്ധതിയുടെ തലവൻ ആരാണ്? റോബർട്ട് ഓപ്പൺ ഹൈമർ. റോബർട്ട് ഓപ്പൺ ഹൈമർ ആണ് മൻഹാട്ടൻ
പദ്ധതിയുടെ തലവൻ. മൻഹാട്ടൻ പദ്ധതിയുടെ തലവൻ ആരാണ്? റോബർട്ട് ഓപ്പൺഹൈമർ. ജപ്പാനിലെ കുഷു ദ്വീപുകളുടെ തലസ്ഥാന നഗരം ഏതാണ്? ജപ്പാനിലെ കുഷു ദ്വീപുകളുടെ തലസ്ഥാന നഗരം ഏതാണ്? ഉത്തരം നാഗസാക്കി. നാഗസാക്കിയാണ് ജപ്പാനിലെ കുഷു ദ്വീപുകളുടെ തലസ്ഥാന നഗരം. ഏതാണ് ജപ്പാനിലെ കുഷു ദ്വീപുകളുടെ തലസ്ഥാന നഗരം? നാഗസാക്കി. നാഗസാക്കിയിൽ വർഷിച്ച ആറ്റം ബോംബിന്റെ പേരെന്താണ്? നാഗസാക്കിയിൽ വർഷിച്ച ആറ്റം ബോംബിന്റെ പേരെന്താണ്? നാഗസാക്കിയിൽ വർഷിച്ച ആറ്റം ബോംബിന്റെ പേര് ഫാറ്റ്മാൻ ആണ്. ഫാറ്റ്മാൻ ആണ് നാഗസാക്കിയിൽ വർഷിച്ച ആറ്റം ബോംബിന്റെ പേര്. മറന്നു പോകരുത്. ഏതാണത്? ഫാറ്റ്മാൻ. ഫാറ്റ്മാൻ ആണ് നാഗസാക്കിയിൽ വർഷിച്ച ആറ്റം ബോംബിന്റെ പേര്. അടുത്ത ചോദ്യം നോക്കൂ. ഫാറ്റ്മാനിൽ ഉപയോഗിച്ചിരുന്ന മൂലകം ഏതാണെന്നറിയോ? ഫാറ്റ്മാനിൽ ഉപയോഗിച്ചിരുന്ന മൂലകം പ്ലൂട്ടോണിയം 239 ആണ്. പ്ലൂട്ടോണിയം 239 ആണ് ഫാറ്റ്മാനിൽ ഉപയോഗിച്ചിരുന്ന മൂലകം. അപ്പൊ ഏതാണ് ഫാറ്റ്മാനിൽ ഉപയോഗിച്ചിരുന്ന മൂലകം? 239. പ്ലൂട്ടോണിയം 239 ആണ് ഫാറ്റ്മാൻ എന്ന നാഗസാക്കിയിൽ വർഷിച്ച ബോംബിൽ, ആറ്റം ബോംബിൽ ഉപയോഗിച്ചിരുന്ന മൂലകം. ഏതാണ്? പ്ലൂട്ടോണിയം 239. ഇനി അതുപോലെ തന്നെ 1945 ഓഗസ്റ്റ് 6 പ്രയോഗിച്ച ആദ്യ അണുആയുധത്തിന്റെ പേരെന്തായിരുന്നറിയോ? ലിറ്റിൽ ബോയ്. ലിറ്റിൽ ബോയ്. എന്താണ്? ലിറ്റിൽ ബോയ്. എന്താണ്? ലിറ്റിൽ ബോയ്. ഓഗസ്റ്റ് 6 എവിടെയാണ് അണുബോംബ് വർഷിച്ചത്? ഹിരോഷിമയിൽ. ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിന്റെ പേരെന്താണ് ചോദിച്ചാൽ എന്താ പറയാ? ലിറ്റിൽ ബോയ്. ലിറ്റിൽ ബോയ് ആണ് ഓഗസ്റ്റ് 6, 1945 ഓഗസ്റ്റ് 6 ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിന്റെ പേര് ലിറ്റിൽ ബോയ്. അതുപോലെ തന്നെ ലിറ്റിൽ ബോയ് എന്ന ബോംബിൽ ഉപയോഗിച്ചിരുന്ന മൂലകം ഏതാണെന്നറിയോ? യുറേനിയം 235. യുറേനിയം 235 ആണ് ലിറ്റിൽ ബോയ് എന്ന ബോംബിൽ ഉപയോഗിച്ചിരുന്ന മൂലകം. ഏതാണത്? യുറേനിയം 235. ഹിരോഷിമയിൽ വർഷിച്ച ലിറ്റിൽ ബോയ് എന്ന ബോംബിൽ ഉപയോഗിച്ചിരുന്ന മൂലകം ഏതാണ് ചോദിച്ചാൽ യുറേനിയം 235 എന്ന് പറയണം. ഓക്കെ. അതുപോലെ തന്നെ ലോകത്തിലെ ആദ്യത്തെ ആറ്റം ബോംബ് എന്താണെന്നറിയോ? ദ ഗാഡ്ജറ്റ്. എന്താണ്? ദ ഗാഡ്ജറ്റ് എന്നതാണ് ലോകത്തിലെ ആദ്യത്തെ ആറ്റം ബോംബ്. ലോകത്തിലെ ആദ്യത്തെ ആറ്റം ബോംബ് എന്താണ്? ദ ഗാഡ്ജറ്റ്. ദ ഗാഡ്ജറ്റ് ആണ് ലോകത്തിലെ തന്നെ ആദ്യത്തെ ആറ്റം ബോംബ്. അതുപോലെ തന്നെ ലോകത്തിൽ ആദ്യമായി അണുബോംബിന്റെ പരീക്ഷണം നടന്ന സ്ഥലം എവിടെയാണെന്നറിയോ? ലോകത്തിൽ ആദ്യമായിട്ട് അണുബോംബിന്റെ പരീക്ഷണം നടന്ന സ്ഥലം ന്യൂ മെക്സിക്കോയിലെ അലമൊഗാർഡോ. ന്യൂ മെക്സിക്കോയിലെ അലമൊഗാർഡോ എന്ന സ്ഥലത്താണ് ലോകത്തിൽ ആദ്യമായിട്ട് അണുബോംബിന്റെ പരീക്ഷണം നടന്ന സ്ഥലം. എവിടെയാണ്? ന്യൂ മെക്സിക്കോയിലെ അലമൊഗാർഡോ എന്ന സ്ഥലത്താണ്. അതുപോലെ തന്നെ ജപ്പാനിൽ അണുബോംബ് സ്ഫോടനത്തിന് ശേഷം അതിന്റെ ദുരന്തം അനുഭവിക്കുന്നവരുടെ പേരെന്താണ്? ഏത് പേരിലാണ് അറിയപ്പെടുന്നത് അറിയോ? ഹിബാകുഷ. എന്താണ്? ഹിബാകുഷ എന്ന പേരിലാണ് ജപ്പാനിൽ അണുബോംബ് സ്ഫോടനത്തിന് ശേഷം അതിന്റെ ദുരന്തം അനുഭവിക്കുന്നവരുടെ പേര്. ദുരന്തം വിളിക്കുന്ന പേരെന്താണ്? ഹിബാകുഷ എന്ന പേരിലാണ് അവരെ അറിയപ്പെടുന്നത്. ജപ്പാനിൽ അണുബോംബ് സ്ഫോടനത്തിന് ശേഷം അതിന്റെ ദുരന്തം അനുഭവിക്കുന്നവർക്ക് പറയുന്ന പേരാണ് ഹിബാകുഷ. അതുപോലെ തന്നെ ഹിബാകുഷ എന്ന ജപ്പാനീസ് വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ? സ്ഫോടനബാധിത ജനത. എന്താണ്? സ്ഫോടനബാധിത ജനത എന്നതാണ് ഹിബാകുഷ എന്ന ജപ്പാനീസ് വാക്കിന്റെ അർത്ഥം. ഏതാണ്? സ്ഫോടനബാധിത ജനത. സ്ഫോടനബാധിത ജനത എന്നതാണ് ഹിബാകുഷ എന്ന ജപ്പാനീസ് വാക്കിന്റെ അർത്ഥം. മനസ്സിലായോ? ഇനി നമുക്ക് അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. ഹിരോഷിമ അടങ്ങുന്ന ദ്വീപ് കണ്ടെത്തിയത് ആരാണ്? ഹിരോഷിമ അടങ്ങുന്ന ദ്വീപ് കണ്ടെത്തിയത് ആരാണ്? ഉത്തരം മോറി ടെറുമോട്ടോ. ആരാണ്? മോറി ടെറുമോട്ടോ ആണ് ഹിരോഷിമ അടങ്ങുന്ന ദ്വീപ് കണ്ടെത്തിയത്. 1589 ഹിരോഷിമ അടങ്ങുന്ന ദ്വീപ് കണ്ടെത്തിയത്. ആരാണ് കണ്ടെത്തിയത്? മോറി ടെറുമോട്ടോ ആണ് 1589 ഹിരോഷിമ അടങ്ങിയ ദ്വീപ് കണ്ടെത്തിയത്. ഇത്രയുമാണ് ഹിരോഷിമ നാഗസാക്കി ക്വിസ് മത്സര പഠന സഹായി എന്ന പാർട്ട് 1 വീഡിയോയിൽ
ഉൾപ്പെട്ടിട്ടുള്ളത്. ഇതിൻ്റെ രണ്ടാം ഭാഗം ഉടൻ തന്നെ ഇറങ്ങുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഗുണപ്രദമായെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്യുക. ടീച്ചേഴ്സ് ഹെൽപ്പർ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അതുപോലെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ ക്ലാസ്സുകളും മുടങ്ങാതെ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതിനായി താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ എനേബിൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം, ബായ്.